ഏവർക്കും ജിഷ ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ഗ്ലിംസസ് ഓഫ് ദി എമിറേറ്റ്സ് എന്ന പാഠഭാഗമാണ് നോക്കാം. ട്രാവലിംഗ് ഓൾവേസ് എക്സൈറ്റഡ് ആസ് ഹിയർ ഈസ് എ ബ്രീഫ് ട്രാവൽ നോട്ട് അബൌട്ട് എ കൺട്രി ജസ്റ്റ് അക്രോസ് ദ സീ. ട്രാവലിംഗ് എപ്പോഴും നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാക്കും അല്ലേ? അതുപോലെ ഒരു ബ്രീഫ് ട്രാവലിംഗ് നോട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. എന്താണ്? കടലിനപ്പുറത്തുള്ള ഒരു കൺട്രിയെക്കുറിച്ചുള്ള ട്രാവലിംഗ് നോട്ട് നോക്കാം. What would you wait an accidental tourist in UAE? I wondered as I came out of the airport into the open air. Yes, I was an accidental tourist. I had been to Oman to stay with my niece. I had just cruised 2 days on my way back home. But 2 days were enough to give me an eyeful and plenty of food for thought. The dense cloud hovering above the wings of the aircraft had already given me an eyeful, and the desert which seemed to stretch endlessly was a spectacle too. എന്താ പറയുന്നത് വെച്ചാൽ, യു എയിലേക്ക് യാദൃശികമായി എത്തുന്ന ഒരു ടൂറിസ്റ്റിന് എന്താണ് യു എ കരുതി വെച്ചിരിക്കുന്നത്? എന്താണ്? എയർപോർട്ടിന് പുറത്തിറങ്ങിയപ്പോൾ അവിടെ കണ്ട കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി. യാദൃശികമായി വന്നതാണ് അവൻ അല്ലേ? എൻ്റെ നീസിൻ്റെ കൂടെ ഒമാനിൽ താമസിക്കാൻ പോയതാണ്. അപ്പോൾ എനിക്ക് 2 ദിവസം സമയം കിട്ടി. അപ്പം 2 ദിവസം സമയം കിട്ടിയപ്പോൾ യു എയിലേക്ക് പോവാൻ, അത് 2 ദിവസം അവിടെ ഉള്ള കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ദ ഡെൻസ് ക്ലൗഡ് ഹോവറിങ് എബവ് ദ വിങ്സ് ടു ദ എയർക്രാഫ്റ്റ് ഹാഡ് ഓൾറെഡി ഗിവൺ മീ ആൻ ഐഫുൾ. എന്താണ് ഡെൻസ് ക്ലൗഡ്? തിങ്ങി നിറഞ്ഞ മേഘങ്ങൾ പ്ലെയിനിൻ്റെ ചിറകിൽ തൂങ്ങിക്കിടക്കുന്നത് പോലെ കണ്ടു. അത് നല്ലൊരു കാഴ്ചയായിരുന്നു. പിന്നെ ഡെസേർട്ട് വിത്ത് സീംഡ് ടു സ്ട്രെച്ച് എൻഡ്ലെസ്ലി ആസ് ദി സ്പെക്ടക്കിൾ ടു. പിന്നെ അടുത്തത് കണ്ടത്? നീണ്ടു കിടക്കുന്ന മരുഭൂമി അല്ലേ? അതും ഒരു നല്ല കാഴ്ചയായിരുന്നു. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കാം. ദ ലോങ് ഡ്രൈവ് ഇൻ മൈ ഫ്രണ്ട് അശോകൻ കാർ ഫ്രം റാസൽ ഗെയ്മ ടു അബുദാബി വാസ് എൻ എ മെമ്മറബിൾ എക്സ്പീരിയൻസ്. We never got tired of stopping and venturing out into the beach. The sea had the same serene appearance everywhere. One feel a kind of heavenly bliss at these quiet beaches. എൻ്റെ ഫ്രണ്ട് അശോകൻ്റെ കാറിൽ റാസൽ ഗെയ്മ തൊട്ട് അബുദാബി വരെയുള്ള യാത്ര അത് മെമ്മറബിൾ എക്സ്പീരിയൻസ് ആയിരുന്നു എന്ന്. ദ നെവർ ഗോട്ട് ടയേർഡ് സ്റ്റോപ്പിംഗ്. ഞങ്ങൾക്ക് ടയേർഡ് വന്നപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. കുറേ ദൂരമുള്ള യാത്രയല്ലേ, അപ്പം നീണ്ട യാത്രയല്ലേ, അപ്പോൾ വണ്ടി നിർത്തി ഒരു കടൽ തീരത്ത്. അവിടെ ഉള്ളത് ഒരു കാം ആൻഡ് ക്വയറ്റ് സിറിയൻ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ കാം ആൻഡ് ക്വയറ്റ് അപ്പിയറൻസ് ആണ് അവിടെ എവിടെയും ഉണ്ടായിരുന്നത്. വൺ ഫീൽ എ കൈൻഡ് ഓഫ് ഹെവൻലി ബ്ലെസ്. ദീസ് ക്വയറ്റ് ബീച്ചസ് ദൈവികമായ അനുഗ്രഹം കിട്ടിയതുപോലെ ഒരു ഫീലിംഗ് ആയിരുന്നു ആ ബീച്ചിന് ചുറ്റിലും എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ഭാഗം നോക്കാം. At Soihan in Abu Dhabi, I caught sight of something unexpected. It was an entrance to the Noor Abu Dhabi solar power plant. It is the largest single solar power plant in the world, producing a stupendous 1.2 gigawatt power. Of course, tourists are not allowed inside. I had to satisfy myself with the magnificent photograph of power plant on the net. The plant has amazing 3.2 million solar panel. I wish tourists were given an aerial view of the planet. അങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അബുദാബിയിലെ സൈഹാനിലെ സൈഹാനിലെ യാദൃശ്ചികമായി നൂർ അബുദാബിയിലെ സോളാർ പവർ പ്ലാന്റ് കണ്ടത്. അത് വളരെ വലുതാണ്, ലോകത്തിൽ വെച്ച ഏറ്റവും വലിയ പവർ പ്ലാന്റ് ആണ്. അതിലേക്കുള്ള എൻട്രൻസ് അവൻ കണ്ടു. ഈ പവർ പ്ലാന്റിൽ 1.2 ജിഗാവാട്ട് പവർ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അവിടേക്ക് ടൂറിസ്റ്റ് അലൗഡ് അല്ല. അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ്റെ കയ്യിലെ ഫോണിൽ നെറ്റിൽ ഫോട്ടോസൊക്കെ നോക്കി. അത് ഏറ്റവും വലിയ അമേസിങ് ആണെന്നാണ് പറയുന്നത്. 3.2 മില്യൺ സോളാർ പാനൽ ഉണ്ട് അവിടെ. ഓക്കെ, അവൻ ആഗ്രഹിച്ചു അവിടേക്ക് ആ ഏരിയൽ വ്യൂവിൽ നിന്ന് ആ പ്ലാനറ്റ് കാണാൻ ടൂറിസ്റ്റിന് അകത്തേക്ക് പ്രവേശിക്കാൻ അനുമതി ലഭിച്ചിരുന്നെങ്കിൽ എന്ന് അവൻ ആഗ്രഹിച്ചു. ഓക്കെ, ഐ വിഷ് ടു ഏബിൾ ടു വ്യൂ ദ ഇമ്പോസിങ് ബുർജ് ഖലീഫ, ദ ടാളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. പിന്നെ എന്താ കണ്ടത്?
അവൻ ഏറ്റവും വലിയ ബുർജ് ഖലീഫ, ഓക്കെ, ടോളസ്റ്റ് ബിൽഡിംഗ് ഇൻ ദ വേൾഡ്. ക്ലൈംബിങ് ഇറ്റ് ഓൾ വേ അപ്പ് വുഡ് ടേക്ക് യു ടു ദ ടോപ്പ് ഓഫ് ദ വേൾഡ്. എന്താണ്, അതിൻ്റെ മേലേക്ക് കയറുമ്പോൾ എന്താണ്, ലോകത്തിൻ്റെ മേലേക്ക് കയറുന്നത് പോലെ തോന്നും. ഓഫ് കോഴ്സ് ഐ കുഡ് നോട്ട് ഡു ഇറ്റ്, ഞാനത് ചെയ്തില്ല. എ ബോട്ട് റൈഡ് അറ്റ് ബർദുബായ് ലേറ്റ് ഇൻ ദ ഈവനിങ് വാസ് എ ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ്. എന്താണ്, സന്ധ്യാസമയത്ത് ബർദുബായിലെ ബോട്ട് റൈഡ്, അത് ഫാസിനേറ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. ദ ഡാസ്ലിംഗ് ലൈറ്റ് ആൻഡ് ദെയർ റിഫ്ലക്ഷൻ ഓൺ ദ ക്രീക്ക് ഗിവ് യു എ ഫീലിംഗ് ഓഫ് ബി ഔട്ട് ഓഫ് ദ വേൾഡ്. എന്താണ്, ഡാസ്ലിംഗ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ്, ഗ്രീക്ക് എന്ന് പറഞ്ഞാൽ ജലപാതയിൽ ഡാസ്ലിംഗ് ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻസ് എനിക്ക് കൂടുതൽ എന്താണ്, വേറൊരു ലോകത്തേക്ക് പോയൊരു അനുഭൂതിയായിരുന്നു, വേറൊരു ലോകത്തേക്ക് എത്തിയോ എന്ന് കരുതി. ഇറ്റ് വാസ് ഓൺലി മാച്ച്ഡ് ബൈ ദ റൈഡ് ഓഫ് ദി മെട്രോ ഫ്രം അൽ നഹദ ടു സ്റ്റേഡിയം. ഇതുപോലൊരു മാച്ചായിട്ടുള്ള ഒരു റൈഡ് ഉണ്ടായിരുന്നു ഇത്, മെട്രോയിൽ അൽ നഹദ സ്റ്റേഡിയം വരെയുള്ള യാത്ര. വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം ദ ട്രെയിൻ ഓൾവേസ് എൻ്റർടൈനിങ്. അതിൻ്റെ ലാൻഡ്സ്കേപ്പ് വളരെയധികം മനോഹരമായിരുന്നു. ബട്ട് വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് നെവർ സീൻ. ഞാൻ ഇങ്ങനത്തെ ഒരു ലാൻഡ്സ്കേപ്പ് കണ്ടിട്ടില്ല. എന്താണ്, അൽ നഹദ സ്റ്റേഡിയത്തിലെ ലാൻഡ്സ്കേപ്പ് അത് ടോട്ടലി ഡിഫറെൻ്റ് ആയിരുന്നു. ഇങ്ങനെയൊരു ലാൻഡ്സ്കേപ്പ് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ബട്ട് നത്തിങ് മാച്ച്ഡ് ദ ലൂവർ അബുദാബി മ്യൂസിയം. ഇതിലൊക്കെ അതിനോട് ഏറ്റവും നല്ലതായിട്ട് വേറൊരു കാര്യം കൂടി, എന്താണ്, ലൂവർ മ്യൂസിയം, അബുദാബിയിലെ ലൂവർ മ്യൂസിയം. എ മാർവൽ ബൈ ദ സ്റ്റാൻഡ്സ്. The house is some of the world's most fascinating archaeological remains, paintings, sculpture and other artifacts. എന്താണ്, ഇതിലുംകാട്ടിയൊക്കെ ഏറ്റവും നല്ലതായിട്ടൊന്നും ഒരു കാര്യം കണ്ടു. എന്താണ്, അബുദാബിയിലെ ലൂവർ മ്യൂസിയം. എന്താണ്, അത് വളരെയധികം മനോഹരമായിരുന്നു. എന്താണ്, പെയിൻറ്റിംഗ് ഉണ്ട്, സ്കൾപ്ചേഴ്സ് ഉണ്ട്, എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ക്യാരി ദ നെയിം ഓഫ് ദി ഫേമസ് ലൂവർ മ്യൂസിയം ഇൻ ഫ്രാൻസ്. ഇതിൻ്റെ ശരിക്കുള്ള സ്ഥലം ഫ്രാൻസിലാണ്. ഫ്രാൻസിലുള്ള ലൂവർ മ്യൂസിയത്തിൻ്റെ ഒരു ചെറിയൊരു മോഡൽ മാത്രമാണ് അബുദാബിയിലുള്ളത്. പക്ഷേ ഫ്രാൻസിലുള്ളതാണ് ഏറ്റവും വലുത്. ഓക്കെ, അവർ ഒരു എഗ്രിമെൻറ്റിൻ്റെ പേരിൽ ആ പേര് അവർക്ക് നൽകിയതാണ്. ഓക്കെ, ഇറ്റ് ഹാസ് ഓൾസോ റെൻഡഡ് മോർ ദാൻ 300 പീസസ് ഫ്രം ദ ലൂവർ ഫോർ ഡിസ്പ്ലേ. അവിടെ നിന്ന് ഒരു 300 പീസസ് ലൂവർ ഫോർ ഡിസ്പ്ലേ അവർക്ക് അബുദാബി ലൂവർ മ്യൂസിയത്തിലേക്ക് കുറച്ച് ഡിസ്പ്ലേക്ക് വേണ്ടിയിട്ട് 300 പീസസ് ഫ്രാൻസിൽ നിന്ന് വരുത്തിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, ഐ തോട്ട് ഇറ്റ് ടെറിബിളി അൺലക്കി ഓഫ് ഐ ഹാവ് സ്പെൻഡ് ഹാഫ് എ ഡേ ഇൻ ദ മ്യൂസിയം. ഞാൻ വളരെയധികം ടെറിബിളി അൺലക്കിയാണ്. എനിക്ക് ഒരു ദിവസത്തിൻ്റെ പകുതി മാത്രമേ അവിടെ ചിലവഴിക്കാൻ സാധിച്ചുള്ളൂ. ഐ വുഡ് ഹാവ് ലവ്ഡ് ടു സ്പെൻഡ് അറ്റ് ലീസ്റ്റ് എ വീക്ക്. ഒരാഴ്ചയെങ്കിലും വേണം ഇവിടെ ചിലവഴിക്കണമെങ്കിൽ. ഓക്കെ, ഓൺ ബോർഡിങ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ്. എന്താണ്, ഞാൻ കാലിക്കറ്റിലേക്ക് പോകുമ്പോൾ ഫ്ലൈറ്റിൽ കാലിക്കറ്റിലേക്ക് പോകുമായിരുന്നു. ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ഫോർ വിസിറ്റ് ലൈക്ക് ദിസ്. എന്താണ്, ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചു, എന്താണ്, എനിക്ക് കുറച്ച് സമയം കൂടി ഇവിടെ ചിലവഴിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. കിട്ടിയിരുന്നെങ്കിൽ ഒരു 2 ആഴ്ചയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. എന്താണ്, അനദർ ടൈം, അടുത്ത പ്രാവശ്യം ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ്, എനിക്കൊരു ചാൻസ് കിട്ടുമായിരിക്കും. യു നെവർ നോ, എനിക്കറിയില്ല. ഓക്കെ, ഇത്രയാണ് ഇവിടുത്തെ ഇതാണ് ഈ ക്ലാസ്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ